ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായിയിലൂടെ കർത്താവിൻ്റെ ശിഷ്യഗണമാകുവാൻ യാത്ര ചെയ്യുന്ന നമ്മൾക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദ റിജക്ഷൻ ഓഫ് ദ നേഷൻ കാണാം. അത് കാണുമ്പോൾ 22-ാം അധ്യായം യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണസദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെ അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴ ഒരുക്കി തീർത്തു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു, കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ചു. സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകളിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കർത്താവായ യേശു കർത്താവ് ഈ ഉപമയിലൂടെ മനസ്സിലാക്കുന്നത്, എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെടണം. നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടണം, യേശു ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെടണം. അവിടെ കല്യാണ വസ്ത്രം അവിടെ കൊടുക്കുന്നതാണ്. യഹൂദൻ്റെ കല്യാണത്തിനെല്ലാം വസ്ത്രം കൊടുത്താണ് അകത്ത് വെച്ചിരിക്കുന്നത്. അതിനൊരു റോൾ മോഡലുണ്ട്. അതില്ലാതെ അകത്ത് പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ട് അഹങ്കാരികളാണ് ഒരുത്തനെ വിളിച്ചപ്പോൾ അവൻ മറ്റേ വഴിക്ക് പോയി, വേറൊരുത്തൻ വേറൊരു വഴിക്ക് പോയി. അല്ലാത്ത അഹങ്കാരികൾ ഇവനെ പിടിച്ച് ഒതുക്കാൻ ശ്രമിച്ചു. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നീ അനുസരണമുള്ളവനാണെങ്കിൽ നിനക്ക് അനുഗ്രഹം വരും. നിൻ്റെ അനുസരണം നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. നീ അനുസരിക്കാത്തവനാണെങ്കിൽ നീ പുറത്തു പോകും. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നോക്കിക്കൊള്ളണം. 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു കർത്താവിൻ്റെ ദ പ്രൊണൗൺസ്മെൻറ്റ്സ് ഓഫ് ദ കിങ്, യേശു കർത്താവ് രാജാവാണെന്ന് പ്രൊണൗൺസ് ചെയ്യുന്ന വാക്യങ്ങളാണ് 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23-39 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ആൻസർ പറയുകയാണ്. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടി അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നതെന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പീനെന്ന് പറഞ്ഞു. അവർ എൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവർ അവരോട് പറഞ്ഞു. അവർ കേട്ടു, ആശ്ചര്യപ്പെട്ടു, അവനെ വിട്ട് പോയിക്കളഞ്ഞു. ഇത് വാക്കിൽ കൊടുക്കുന്നവരുണ്ട്, നമ്മളെക്കൊണ്ട് പലതും പറയിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മളെ വാക്കുകൊണ്ട് പോലും ആരെയും പ്രയാസപ്പെടുത്താൻ ഇടവരികയില്ല. പ്രാർത്ഥനയോടെയുള്ള ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ ഇടപാടുകളും ഒക്കെ അപ്രകാരം അനുഗ്രഹമായിരിക്കും. കൈസരോടും ദൈവത്തോടുമുള്ള ബന്ധം കാണുവാൻ സാധിക്കും. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്കൊരു ഗവൺമെൻറ്റുണ്ട്, നമ്മൾക്കൊരു ഡിസ്ട്രിക്റ്റുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കോർപ്പറേഷനുണ്ട്, നമ്മൾക്കൊരു വില്ലേജുണ്ട്,
നമ്മൾക്കൊരു ഗ്രാമമുണ്ട്, നമുക്കൊരു പഞ്ചായത്തുണ്ട്. ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ ചർച്ചുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. അതിനോടുള്ള ആ ബന്ധം പാലിക്കാതെ മുൻപോട്ട് പോയാൽ അവസ്ഥ ഇതായിരിക്കും. കണ്ണു നടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യേശു കർത്താവിൻ്റെ രാജകീയമായിട്ടുള്ള ഉപദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് സഹായിക്കണം. യേശു കർത്താവിനെ രാജാവായി അംഗീകരിക്കുന്ന ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ അനുഗ്രഹങ്ങളെല്ലാം ശരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോയിന്ന് വരുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കൃപ കൂടെ ഇരുന്ന് വഴി നടത്തിക്കാട്ട്. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ധാരാളമായ അത്ഭുത അനുഗ്രഹങ്ങൾ നൽകിക്കാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.